അന്നും ഇന്നും ഒരേ ടേസ്റ്റാണ്, ഒരേ റെസിപ്പിയാണ്, അതിലൊരു മാറ്റമില്ല. അജ്മൽ എങ്ങനെയുണ്ടാ? ഒരിക്കൂടി പറ. ഏവർക്കും ഓണറൂഫിലേക്ക് സ്വാഗതം. ഞാൻ അബു. അപ്പോൾ നമ്മളിന്ന് മുട്ടയും പച്ചരി മാവും മൈദയും കൊണ്ട് മുട്ടപ്പാലാടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മുട്ടപ്പാലാടൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കുക. 1 ടേബിൾ സ്പൂണ് ജീരകം പൊടിച്ചതുകൊണ്ട്, 1/2 ടീസ്പൂണ് ഇന്ദുപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ നുള്ള് സോഡാപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, 4 ഏലക്കായിൻ്റെ കുരുവിനെ നമ്മൾ പൊട്ടിച്ച് ആഡ് ചെയ്യുന്നുണ്ട്, 3 മുട്ടയാണ് ഇപ്പോൾ തൽക്കാലം ഉടച്ചൊഴിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് കൂടുതൽ ഒഴിക്കാം. 200 ഗ്രാം പച്ചരി മാവാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ആ പച്ചരിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ മൈദയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിന്ന് മുട്ടപ്പാലട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മിക്സിൻ്റെ തിക്ക് കുറയ്ക്കാൻ വേണ്ടി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു തിക്കിൽ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചൂടായ ചട്ടിയിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മുട്ടപ്പാലട മിക്സ് ഒഴിച്ച് ചുട്ടെടുക്കാം. നമുക്ക് അപ്പോൾ ചട്ടിയിൽ ഈ മിക്സിനെ ഒഴിച്ചിട്ട് വട്ടത്തിൽ ചുറ്റിയെടുത്താൽ മതി. ഈസിയായിട്ട് നമുക്ക് ബേസ് റെഡിയാക്കാൻ പറ്റും. നമ്മുടെ മുട്ടപ്പാലാടിൻ്റെ ബേസ് എല്ലാം നമ്മൾ ചുട്ട് കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ മുട്ടപ്പാലട ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ഇടാം. ആദ്യം തേങ്ങ വിതറിയ ശേഷം നമ്മൾ കുറച്ച് ഷുഗർ എല്ലാത്തിനും അളവായിട്ട് കുറച്ച് ഇടുന്നുള്ളൂ. അപ്പോൾ ഷുഗർ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നിസ്സാരമായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാത്തിനും നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. പഞ്ചസാര അതുപോലെ ആവശ്യമുള്ള അത്രയ്ക്ക് ആഡ് ചെയ്യുക. ഇവിടെ ചെറുതായിട്ട് മഴച്ചാറലുണ്ട്, അപ്പോൾ കുറച്ച് സീനാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പരിപാടി തീർക്കണം. ഫ്രണ്ട്സ്, നമ്മുടെ മുട്ടപ്പാലട റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിപ്പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട്. അവർ കഴിച്ചിട്ട് ഇപ്പോൾ എങ്ങനെയാണെന്ന് പറയും. മക്കൾ കഴിക്കി. ഇന്നേക്കും അജ്മലും വിഷ്ണുവുമാണ്. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയണം കേട്ടോ. വിഷ്ണു, അജ്മലേ, കഴിക്ക്. ഇത് അടയ്ക്കണ്ട, വെള്ളം വേണോ? വേണ്ട അല്ലേ? ഞാനുണ്ട്. ഇഷ്ടപ്പെട്ടോ? എന്തായാലും നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന നമ്മളോ ഇതൊക്കെ. അജ്മൽ എങ്ങനെയുണ്ടാ? ഒരിക്കൂടി പറ. ഒന്നായിട്ടുണ്ടോ? വായൊക്കെ അടഞ്ഞോ അതിൻ്റെ? പതുക്കെ ഒന്നായി കഴിക്കണ്ട. മെല്ലെ കഴിക്കാം. അടയ്ക്കാം. അപ്പോൾ നിങ്ങൾ കഴിക്കി. ഞാൻ പോയി കഴിച്ചു നോക്കിയിട്ട് മറ്റുള്ളവർക്ക് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മുട്ടപ്പാലാട റെഡി ആയിട്ട് നമ്മുടെ ഉണ്ണിപ്പിള്ളേർക്ക് കൊടുത്ത് അവർ കഴിച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അവർ വീട്ടിൽ ഇതുപോലെയൊക്കെ ഒരുപാട് വട്ടം ഉണ്ടാക്കി കഴിക്കുന്ന സാധനമാണ്. ഒരു ക്വിക്കായിട്ടുള്ള ഒരു കിടിലൻ സ്നാക്സാണ് നമ്മുടെ മുട്ടപ്പാലട എന്നത്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് പറയാം
കഴിച്ചിട്ട് പറയാനൊന്നുമില്ല, അതെല്ലാവരും വീട്ടിൽ റെഗുലറായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. എന്നാലും നമ്മുടേതായ ഒരു രീതി ഉണ്ടല്ലോ കഴിച്ചിട്ടുള്ളൊരു അഭിപ്രായം. ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ചെറുപ്പത്തിലൊക്കെ ഞാൻ മാക്സിമം സംടൈംസ് ഒറ്റ അടിക്ക് ഒരു മുട്ടപ്പാലയുടെ മൊത്തം ഒരു വായിക്കകത്താക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ കാണിച്ചത് മോശമല്ലേ, അതുകൊണ്ട് നമ്മൾ എന്തായാലും ചെറിയൊരു പീസാക്കിയിട്ട് ഇങ്ങനെ അടിപൊളിയുണ്ട്. ഈ സാധനം അന്നും ഇന്നും ഒരേ ടേസ്റ്റാണ്, ഒരേ റെസിപ്പിയാണ്, അതിലൊരു മാറ്റമില്ല. സോ ഇതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ. ഇതാര് ചെയ്താലും എങ്ങനെ ചെയ്താലും നമ്മുടെ ഈ മുട്ടപ്പാലയുടെ കിടലിനായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ മുട്ടപ്പാലയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെ കിടിലൻ വീഡിയോ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, വീണ്ടും ഇതുപോലെ കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.